ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ 2, 3, 4, 5 പ്രാവശ്യം എന്തുവാണ് ചാൻസസ് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയോ പ്രാവശ്യം നമ്മളെ സ്നേഹിക്കുന്ന ഈ കർത്താവ് അവസരം തന്നിട്ടും ഒരു മനസ്താപം ഉണ്ടാകാതെ, ഒരനുതാപം ഉണ്ടാകാതെ, ആ പാപത്തെ ഏറ്റുപറയാതെ പരാജയപ്പെട്ട് ഇന്ന് നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പരാജയത്തിലാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. കർത്താവ് നമുക്ക് അഭിവൃദ്ധി തരും, കർത്താവ് നമ്മളെ ഉയർത്തും. എന്നാൽ കർത്താവ് നമുക്ക് അഭിവൃദ്ധി തരുമ്പോൾ, കർത്താവ് നമ്മൾ ഉയർത്തുമ്പോൾ എന്തുവാണ്, നമ്മളെ നിഗളിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എന്തുവാണ്, അഭിവൃദ്ധിയും ഉന്നതിയുമൊക്കെ കർത്താവ് നമുക്ക് തരുമ്പോൾ ഒരു സൈഡിൽ എന്തുവാണ്, നിഗളം നമ്മളെ പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നിഗളിച്ച് അതമ്പതിച്ചതായ, അങ്ങനെ നിഗളിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവധി വിളിച്ചു വരുത്തിയതായ എത്രയോ പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായലേഖനം 10:31 വായിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഒന്നുകൂടെ പറഞ്ഞ്, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കർത്താവ് സമയം തന്നിട്ടും നീ റിപ്പന്റ് ചെയ്യുന്നില്ല എങ്കിൽ, കർത്താവ് സമയം തന്നിട്ടും നീ അനുതപിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുവാൻ നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ നിഗളത്തെ നമ്മൾ ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് നമ്മുടെ നിഗളത്തെ ഡീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ഹല്ലേലൂയ, ഒരു കൊച്ചു കാര്യമല്ല. അത് വലിയ 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 പ്രയാസം അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ഒന്നായിത്തീരും. അതുകൊണ്ടാണ് 2 ക്രോണിക്കൽസിനും ദിനവൃത്താന്ത പുസ്തകം 7:14 അവിടെ കർത്താവ് ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്തുവാണ്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ നാമം വിളിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ജനം എന്തുവാണ്, തങ്ങളെ തന്നെ താഴ്ത്തി, തങ്ങളെ തന്നെ താഴ്ത്തി, തങ്ങളെ തന്നെ താഴ്ത്തി, യേശുവിൻ്റെ നാമത്തിൽ റഖാബാലവ, നമ്മളെ തന്നെ താഴ്ത്തി, ഹല്ലേലൂയ, എന്നെയും നിന്നെയും താഴ്ത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു താഴ്മയോടെ നമ്മൾ നടക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവിടെ പാപം ക്ഷമിച്ച് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയാണ്, നിന്റെ പാപമാണ്, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയമാണ്, തകർക്കപ്പെടാത്തതിൻ്റെ ഹൃദയമാണ് എന്തുമാണ്, നിന്റെ ദേശത്തിന് സൗഖ്യം വരാതിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിന്റെ ദേശത്തിന് സൗഖ്യം വേണമെങ്കിൽ എന്തുവാണ്, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് പരിഹാരം വേണം.